അങ്ങനത്തെ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാനിന്ന് നമ്മുടെ കുറച്ച് പേരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ഓൾറെഡി ഞാൻ വരുന്ന വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മുടെ ഉള്ളത് ഷെറഫ് ബായ് എന്ന് പറയുന്ന കണ്ണൂരുള്ള നമ്മുടെ സ്വന്തം മലയാളിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുത്തെ മെയിൻ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അറിയാലോ, പള്ളിയിൽ പോകണം. അതുകൊണ്ട് ഞങ്ങളിന്ന് നമ്മുടെ ഈ പറഞ്ഞ വലിയ പള്ളിയിൽ പോവാണ്. അപ്പോൾ എന്തായാലും ഷെറഫാനെ കാണിക്കാം. ഷെറഫായി, ഇതാണ് നമ്മുടെ ഷെറഫ് ബായ്. നിങ്ങളൊന്ന് പരിചയപ്പെടുന്നുണ്ടാവുള്ളൂ. നിങ്ങളെ പരിചയപ്പെടുത്ത്. നിങ്ങളെ നാട് എവിടെയാണ്? തലയുടെ നാട്ടിൽ കണ്ണൂർ പയ്യന്നൂർ. ഓക്കെ. എത്ര ആളായി ഇവിടെ പോർച്ചുഗൽ? എത്ര ആളായി? 7 കൊല്ലമായിട്ട് പോർച്ചുഗലുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് ഷെറഫ് ബായാണ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ പോർച്ചുഗലിലെ പള്ളി. ഇവിടുത്തെ മെയിൻ പള്ളിയാണ് നമ്മുടെ ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്ന. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രാൻഡ് മോസ്കിലോട്ട് പോവാം. അപ്പം ഷെറഫ് ബായ് താമസിക്കുന്ന ഏറ്റവും നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ പോർച്ചുഗൽ തന്നെ ഏറ്റവും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കേട്ടില്ലേ, ഫുൾ ടൂറിസവും കാര്യങ്ങളുമാണ് എല്ലായിടത്തും ഉള്ളത്. കാര്യം അത്യാവശ്യം നല്ല അടിപൊളി ഏരിയയിലാണ് ഷെറഫ് ബായ് താമസിക്കുന്നത്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ഷെറഫ് ബായ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു മെയിൻ ഏരിയ ആണ് ഇത്. ഇതാണ് അവിടുത്തെ മെയിൻ സ്ക്വയർ. ഷെറഫ് ബായ് നല്ല ഗ്ലാമർ ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ എന്നും ഷെറഫ് ബായ് ഇതൊക്കെ ഇടുകയുള്ളൂ. എന്നും നല്ല അടിപൊളിയായിട്ട് നടക്കുള്ളൂ അല്ലേ ഷെറഫ് ബായ്? പോർച്ചുഗൽ എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ് ഗൈസ്. ചെറിയൊരു സ്ഥലമാണ്, പക്ഷേ ജീവിക്കാനൊക്കെ അടിപൊളിയാണ്. കാര്യം പാരീസിനെയൊക്കെ അപേക്ഷിച്ച് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. കാര്യം നിങ്ങൾക്ക് അറിയാലോ, പാരീസ് എന്ന് പറയുന്നത് എന്നും നമ്മൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കേണ്ട സ്ഥലമാണ്. കാര്യം എപ്പോഴാണ് നമ്മുടെ ഫോൺ അടിച്ചു മാറ്റുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സേഫ് കാര്യങ്ങളാണ് അക്കാര്യത്തിൽ. നമുക്ക് എന്തായാലും മെട്രോ സ്റ്റേഷനിൽ കയറാം. നമ്മൾ ഓൾറെഡി ഷെറഫ് ബായ് കയറി. നമുക്ക് എന്തായാലും മെട്രോയിൽ കയറാം. മെട്രോ സ്റ്റേഷൻ്റെ അകമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെയും മോശമെന്നല്ല, പക്ഷേ ഒരുപാട് പേര് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ 2 ദിവസം കൊണ്ടുള്ള ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് വരും. നമുക്ക് ഈ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചെറുകിട കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നമ്മുടെ മെട്രോ പാസ്സൊക്കെ എടുക്കുന്ന അവിടെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മെട്രോ സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് വേണമെന്ന് മെട്രോ പാസ് ഇല്ലെന്നുണ്ടെങ്കിൽ വിസ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്താൽ കയറി പോകാം. അല്ല പോയി വിസ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പിടി എന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് ദേ എൻ്റെ വിസ കാർഡാണ്. ഓക്കെ, എൻ്റെ ATM കാർഡാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. ഓക്കെ, മാറിപ്പോയി ഗൈസ്, അങ്ങോട്ടായിരുന്നു. അതെന്തേ കണ്ടില്ലേ, ഇതൊരു വലിയൊരു ഗുണമാണ്. ഇത് മിക്ക ഫ്രാൻസിലൊന്നും ഇല്ലാത്തൊരു ഏറ്റവും വലിയ കാര്യമാണ്. എന്താണ് ഷെറഫ് ബായ് വായോ? ഷെറഫ് ബായുടെ പിന്നെ ഓൾറെഡി നാവിഗോ പാസ് ഉണ്ട്. ഏകദേശം 40 യൂറോ അല്ലേ പോയി? 40 യൂറോ ആണ്. ഏകദേശം ഒരു 3500 രൂപ അടുത്ത് വരും. അത്യാവശ്യം മെട്രോ സ്റ്റേഷൻ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല മെട്രോ സ്റ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല അത്യാവശ്യം വിശാലമായിട്ടുള്ള മെട്രോ സ്റ്റേഷനാണ്. പാരീസും അത്യാവശ്യം അടിപൊളിയാണ്. കാര്യം ഇതൊക്കെ ഒരു മെയിൻ. പിന്നെ പാരീസിനെ വെച്ച് നമുക്ക് ഒരിക്കലും പോർച്ചുഗൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം പാരീസ് എന്ന് പറയുന്നത് ഒരു 70-80 കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ്. ആ 80 കിലോമീറ്ററും പാരീസാണ്. ഇതെന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു സ്ഥലമാണ് ലിസ്ബൺ എന്ന് പറയുന്നതല്ല, ലിസ്ബണിൻ്റെ മെയിൻ സിറ്റികൾ. മാസൊക്കെ മേടിച്ചിട്ടുണ്ട്. നോക്കി എങ്ങനെ നോട്ടെ നമ്മുടെ അടിപൊളി ഷെറഫ് ബായ്ക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാര്യം നമുക്ക് പള്ളിയിൽ പോകുന്ന ആൾക്കാരെ ഓൾറെഡി കാണാം. കയറി നമുക്ക് സ്റ്റേഷനിൽ ഓൾറെഡി കയറാം. മെട്രോയിൽ കയറാം. അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള മെട്രോ ആണ്. പോർച്ചുഗൽ തന്നെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ജീവിക്കാൻ നല്ല സുഖമുള്ള നാടാണ്. അങ്ങനെ എക്സ്പെൻസീവ് വളരെ കുറവാണ്, ചിലവ് വളരെ കുറവാണല്ലേ? ഓക്കെ. ക്ലൈമറ്റ് അടിപൊളിയാണ്. ക്ലൈമറ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് പോലെ ക്ലൈമറ്റ് ആണ് കേട്ടോ. ഞാനിവിടെ കണ്ട മനസ്സിലായ കാര്യമാണ്. കാര്യം പാരീസിന് അത്ര തണുപ്പോ കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ചിലവ് കുറവുണ്ട്, അത് ശരിയാണ്. കാരണം നമുക്ക് നിസ്സാര എമൗണ്ട് നമുക്ക് റൂം കാര്യങ്ങളൊക്കെ ഒരു ബോംബെയിലൊക്കെ റേറ്റില്ല, നമ്മുടെ നാട്ടിലെ ബോംബെയിലൊക്കെ റേറ്റ് നമുക്ക് റൂം കിട്ടും. അതൊക്കെ വലിയൊരു കാര്യമാണ്. എന്തായാലും പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. മിണ്ടിക്കുക എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാം തൊട്ടടുത്താണ് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ സ്റ്റേഷനാണെങ്കിലും എല്ലാം ആണെങ്കിലും തൊട്ടടുത്താണ്. ഇവിടെ പാരീസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഞങ്ങൾക്കറിയില്ല, ഏകദേശം 20 മെട്രോസ് ഉണ്ട്, 20 മെട്രോ പല ഡയറക്ഷനിലും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ ആകെ ഒരു 3 ലൈനല്ല 4 ലൈനേ ഉള്ളൂ. പാരീസിൽ 20 മെട്രോ ലൈനുള്ളൂ. പിന്നെ ചെറിയൊരു സ്ഥലമാണ്, ജീവിക്കാനൊക്കെ വളരെ സുഖമായിട്ടുള്ളൊരു സ്ഥലം കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാരൊക്കെ അല്പം കൂടെ ഫ്രണ്ട്ലിയാണ്. പക്ഷെ കൂടുതലും ഞാൻ പറഞ്ഞില്ല, കൂടുതലും നമുക്ക് ലാറ്റിൻ അമേരിക്കൻസ് കാര്യങ്ങളൊക്കെയാണ് ഓൾറെഡി കൂടുതലും ഉള്ളത്. ഗൈസ്, ഞങ്ങൾ സെൻറ്റ് സെബാസ്റ്റ്യനിലെത്തി. ഞങ്ങളിതേ പള്ളിയിലോട്ട് പോവുകയാണ് ഗൈസ്. എന്തായാലും നല്ല തിരക്കാണ്. കാര്യം ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇന്നലെ ഒന്നും ഈ ഒരു തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം CCTV സർവൈലൻസ് ആണ് ഗൈസ്. പള്ളിയിൽ പോകുന്ന ആൾക്കാരെ നമുക്ക് ഒരുപാട് കാണാം. നമുക്ക് ഫ്രാൻസിൽ നോർമലായിട്ട് തിരിച്ച് നമ്മൾ എക്സിറ്റ് അടിക്കുമ്പം നമ്മൾ പിന്നെ കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ നമ്മൾ കാർഡ് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പിന്നെ നമ്മൾ സ്വാപ്പ് ചെയ്താൽ നമുക്ക് തിരിച്ചിറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും സ്വാപ്പ് ചെയ്യാം. ഏകദേശം 1.80 ടാപ്പിങ്ങിന് കേട്ടോ. ഒരു ടാപ്പ് ചെയ്ത് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 1.80. ഏറ്റവും നല്ല സത്യം പറഞ്ഞാൽ വന്ന സമയത്ത് 40 യൂറോക്ക് റീചാർജ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ആ ടൈമിൽ കാശ് ലാഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തില്ല. അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നല്ല ക്ലൈമറ്റ് ആണല്ലോ ചെറുതായി, അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല ഇഷ്ടപ്പെടും എനിക്ക്, നല്ല അടിപൊളി ക്ലൈമറ്റ്. സാധാരണ സെപ്റ്റംബറിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള, പാരീസിലൊക്കെ നല്ല തണുപ്പാണ്, തണുപ്പ് നല്ല വരുന്ന ടൈമാണ്. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്തായാലും പൊടി, ക്ലൈമറ്റ് അടിപൊളി, നല്ല ഇഷ്ടപ്പെട്ട്. ഇന്ത്യയെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചെറിയൊരു ബാംഗ്ലൂരൊക്കെ പോലെ ഒന്നുണ്ടല്ലോ, ബാംഗ്ലൂരിലെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പോലെ. നമുക്ക് ഇരുന്ന് എന്താണ് കഥകളൊക്കെ പറഞ്ഞ് എന്താണ് കഫ കുടിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. സാധാരണ ഏത് പള്ളിയിലാണ് നിസ്കരിക്കാൻ വരുന്നത്? ഈ പള്ളിയിലാണ് വരുന്നത് അതോ ഇന്ന് എൻ്റെ കൂടെ വന്നതാണോ? മാർട്ടിമോണീസ് അല്ലേ, ആ ചെറിയ പള്ളി. ഓക്കെ, അവിടെ കൂടുതലും ബംഗ്ലാദേശികളാണ് നല്ല കൂടുതലും. ഓക്കെ ഓക്കെ, എല്ലാം ഇന്ത്യക്കാരാണല്ലോ, ഏഷ്യക്കാരാണ് കൂടുതലും. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യനിലോ? ഒച്ചയ്ക്ക് പറയ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും ടോപ്പ് ഏറ്റവും നല്ല ടോപ്പ് മോസ്ക് പോർച്ചുഗലിലെ സെൻറ്റ് സെബാസ്റ്റ്യനാണല്ലേ. ഇവിടെ കൂടുതലും വരുന്നത് നമ്മുടെ ഇവരൊക്കെയാണോ? ഓക്കെ, അറബ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ അൽജീരിയ ഒക്കെയാണോ? സൗദി അറേബ്യ. ആ ടൂറിസ്റ്റുകൾ. ഓക്കെ ഓക്കെ ഓക്കെ. ദുബായ്, ഖത്തർ. പോലീസ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ സെക്യൂരിറ്റി ഓൾറെഡി പോലീസ് എല്ലാ പള്ളിയിൽ തന്നെ ആൾക്കാർ കൂടുന്നത് നമുക്ക് പോലീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി കാണാം. നമുക്ക് എന്തായാലും വണ്ടി ക്രോസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ അതെ പള്ളിയുടെ കാര്യം ആഫ്രിക്കക്കാരെന്നും അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങളാണ് മിക്കവരും അവർ പള്ളിയിൽ വരുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും തന്നെ പള്ളി എന്താണ് നമ്മുടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാനുള്ള സംവിധാനം എല്ലായിടത്തും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർ വന്ന് ഭിക്ഷയാചിക്കും നമുക്ക് കാണാം. കാര്യം വെള്ളിയാഴ്ച കൊണ്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ഇത് കൊടുക്കും. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ചെറുകിട കച്ചവടക്കാരെ കാണാം. അപ്പം അത്യാവശ്യം വലിയ പള്ളി കാര്യമാണ്. ഇതാണ് നമ്മുടെ പള്ളിയുടെ മെയിൻ എൻട്രൻസ്. കാണിച്ചു പള്ളിയുടെ മെയിൻ എൻട്രൻസ് ഇതാണ്. നമുക്ക് എന്തായാലും പള്ളിക്കകത്ത് കയറാം ഗൈസ്.
നമുക്കിങ്ങനെ പള്ളിക്കകത്ത് ATM കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ചെറിയ സാധനങ്ങൾ മേടിക്കാനുള്ള എന്താണ് നമുക്ക് ചെറിയ കിക്കാറ്റ് വെള്ളം ഇതുപോലെ മേടിക്കാനുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ചായ, അത് കോഫി മെഷീനാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രാൻസിലുള്ളതാണ്, പക്ഷേ പള്ളിയുടെ അകത്ത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ബുക്കുകാരിലൊക്കെ വായിക്കാനുള്ള ഒരു സംവിധാനം ഓൾറെഡി ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് അകത്ത് കയറാം ഗൈസ്. ഇതാണ് പള്ളിയുടെ അകം. എല്ലാവരും നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നടുമുറ്റം മിക്കടത്തുണ്ട്. കാര്യം നമ്മുടെ പാരീസിലും നമ്മുടെ ഗ്രേറ്റ് മോസ്ക് ഓഫ് പാരീസ് നടുമുറ്റം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. ഏതാ റെസ്റ്റോറൻറ്റ് നമുക്ക് പള്ളി കഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഷൂസൊക്കെ മിക്ക പള്ളികളിലും ഇങ്ങനെയാണ് അവർ തട്ട് കാര്യങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു അലങ്കോലം ആകാതെ തന്നെ നമുക്കൊരു നല്ല ഡിസിപ്ലിനായിട്ട് നമുക്ക് വെക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. വുളു എടുക്കാൻ പോകല്ല, ജസ്റ്റ് വുളു കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സംവിധാനം ഓൾറെഡി ഉണ്ട്. വുളു എടുക്കുന്ന നല്ല തിരക്കാണ് ഗൈസ്, രക്ഷയില്ല. ഷറഫായി ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അവിടെ റെസ്റ്റോറൻറ്റിലോട്ട് പോകാം അല്ലേ. ഇവിടെ ഒരു അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് എന്നാണ് പറഞ്ഞത് ഷറഫായി. നമുക്ക് എന്താണെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോവാം. റെസ്റ്റോറൻറ്റ് പൂട്ടിയിരിക്കുകയാണ് ഗൈസ്. റെസ്റ്റോറൻറ്റ് വരെ നമ്മുടെ ഷറഫായി പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പം എന്താണെങ്കിലും എൻ്റെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബംഗ്ലാദേശുകാരെല്ലാം നമ്മുടെ പാകിസ്ഥാനിലാണ് നടത്തുന്നത്. നമ്മളിത് കാണാൻ മനസ്സിലാവും. എല്ലാവരും നിൽക്കുന്ന എല്ലാവരും ഏഷ്യക്കാരാണ്. ഇവിടെ മൊത്തം പറഞ്ഞാൽ പോർച്ചുഗൽ മൊത്തം റൂൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ബംഗ്ലാദേശ്, നമ്മുടെ പഞ്ചാബീസ്, പാകിസ്ഥാനീസ് അങ്ങനെയുള്ള ആൾക്കാരാണ്. ബാക്കി നമ്മുടെ പാരീസ് പോലെ നമ്മുടെ അറബികളും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ആഫ്രിക്കക്കാരൊക്കെ വളരെ കുറവാണ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ എമിഗ്രൻസ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ പഞ്ചാബ് എന്നൊക്കെയാണ്. ഇന്ത്യയിലെ വേറെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ നേപ്പാളീസ് ഒരുപാടുണ്ട്. നേപ്പാളീസ് കടൽ കാര്യങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഒരുപാട് നേപ്പാളീസുകാരെ പരിചയപ്പെടാൻ പറ്റി. ഇതാണ് നമ്മുടെ ഷറോബായി പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് ഐഡിയ ഇല്ല. നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പള്ളിയുടെ താഴെയുള്ള റെസ്റ്റോറൻ്റാണ്. ഇത് മൊത്തം പല്ലറ്റാണ് ഇരിക്കുന്നത്. പല്ലറ്റ് നമ്മുടെ സാധനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെയുള്ള പല്ലറ്റാണ് ഉപയോഗിക്കുന്നത്. കാര്യം എന്തെങ്കിലും ലഗേജോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ചെറിയ മെഷീൻ്റെ അതിൽ പല്ലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവർ സാധനങ്ങൾ ഇറക്കുന്നത്. ഇവിടെ 10 യൂറോ മെനുവിൽ എന്തൊക്കെ ഫുഡ് കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്താണെങ്കിലും ഇവിടെ ഒരുപാട് നേരം നിൽക്കണം. നമുക്ക് എന്താണെങ്കിലും പോയേക്കാം, നമുക്ക് കാണാം. ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സംവിധാനങ്ങൾ മൊത്തം ഉണ്ട്. നമുക്ക് എന്താണെങ്കിലും പോവാം. എല്ലാവരും ക്യൂവിലാണ് ഗൈസ്. അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് ഉള്ളത്? അവിടെ
അവിടെ ഞാൻ സ്പെഷ്യലി ഇങ്ങനെ കണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടിട്ടില്ല. കാര്യം എല്ലാവരും ക്യൂല് നിൽക്കുകയല്ലേ. ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്. 5 യൂറോ കാര്യങ്ങളാണ്, 5 യൂറോ ആണ് വരുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള ഭിക്ഷ യാചിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. അപ്പം ഗൈസ് നിങ്ങൾ കണ്ടു കാണും, ഇതാണ് നമ്മുടെ പള്ളി കാര്യങ്ങൾ. ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. എത്ര കൊല്ലം പഴക്കമുണ്ട് പള്ളി? എത്ര കറക്റ്റ് പറയണത്? ഇല്ലതിന്റെ ആൾക്കാർ അടിയിൽ അറിയത്തില്ല. ചെറവായി ചുമ്മാ തള്ളിടുകയാണ്. 300 കൊല്ലം അത്. ഞാൻ എന്താണല്ലോ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ എന്തായാലും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതെന്താണെങ്കിലും പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെന്താണ് കഴിഞ്ഞു. ഞങ്ങളിനി വീട്ടിലോട്ട് പോവാണ്. എന്തായാലും നിങ്ങൾ പള്ളിയിലെ ആൾക്കാരെ കണ്ടില്ല. പള്ളിയിൽ അത്യാവശ്യം നല്ല ആൾക്കാർ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ളൊരു മെയിൻ പള്ളിയാണ്. സെയിൻറ്റ് സെബാസ്റ്റ്യനിലെ ലിസ്ബണിലുള്ള മെയിൻ പള്ളിയാണ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, എടുത്തുകൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും. പള്ളി എന്നുള്ള തിരക്കിലാണ്. അപ്പോൾ ജുമാസ്കാരം കഴിഞ്ഞ് നമ്മുടെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നമ്മുടെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഗിനെ കാണാൻ, നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി നമ്മുടെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഓൾറെഡി വന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഫ്രഞ്ച് അറിയും. 45 കൊല്ലമായിട്ട് സ്വിറ്റ്സർലാൻഡിലാണ്. ലുജാന അറിയില്ല എനിക്ക്. ലുജാന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ത്യ മുതലാളി ഇന്ത്യക്കാരാണെന്ന് പറയുന്നത്. ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ മലയാളി ഇന്ത്യക്കാരാണ്. 25 കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ, actually it is actually c'est pour YouTube. Je fais YouTube. C'est pour Jibril. Jibril എന്നാണ് പേര്. ഗിനെ ബിസാവോ കാരണമാണ്. എന്തായാലും അതെന്താണ് നിങ്ങളോട് ഒരു ജസ്റ്റ് മുസാവതിയാ. ഓക്കെ ഫ്രർ ബയോ മൈൻഡ് ചെയ്യണ്ട പോക്കോ. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും ഷെറോബായും കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ കുറച്ച് ഇടത്ത് പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ അമ്മമ്മ എന്തോ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ കണ്ണ് പാവം പൊള്ളിയെന്ന് തോന്നുന്നു. കാര്യം അതുപോലെയാണ്, കണ്ടില്ലേ, അതുപോലെയാണ് കാറ്റുകാരിലൊക്കെ അടിക്കുന്നത്. അമ്മമ്മ ഈ പ്രായത്തിലും വന്ന് കഷ്ടപ്പെടുന്നത് ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാണ്. പറഞ്ഞാൽ ഇത് മൊത്തം ഒരു മീനിൻ്റെ സെക്ഷനാണ്. ഫുൾ മീനിൻ്റെ സെക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ അറിയാം. പക്ഷെ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ കാര്യങ്ങൾ വെച്ചേക്കുന്നത് എന്തിനാണ്, ഈ പറഞ്ഞ എല്ലാ നമ്പേഴ്സ് വെച്ചേക്കുന്നത് ജസ്റ്റ് ഒരു എല്ലാവരുടെയും രാജ്യത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ഓർക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ടെക്നിക് ആക്ച്വലി. This is all about fishes. The most popular is sardines. We have dates for birthday celebrations. Yeah. We have sardines with flavors. Wow. It's only about fish. Everything is fish. More than 20 types of different fishes. Okay, then why it mention numbers? Humor for birthday celebrations, for souvenirs, but inside is all the same fish. All sardines. Okay. Okay. Yeah, it's so good. Happy to know that. It is just the show, is it? Yeah, more for gifts. But everything inside is same. But they just want to mention like they are celebrating every country, every independence. Okay, then thank you so much, bro. What's your good name? Leo.
Where are you from? Brazil. Brazil. Okay, ¿cómo estás? Yeah, which part? Sao Paulo? Yeah, I know Brazil. But you speak Portuguese. You speak Spanish also, no? Yes. It is similar. Okay. Here is lot of Portuguese people. Muy gentes. Okay, then see you, bro. Okay, thank you so much. Yeah, bye.